ചൈതന്യം ശാശ്വതം ശാന്തം വ്യോമാതീതം നിരഞ്ജനം നാദബിന്ദുകലാതീതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹാഗുരുവിന്റെ പാദാരവിന്ദങ്ങളെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എല്ലാ സുഹൃതികളായ പഠിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെയാണ് ഇന്ന് സ്വാധ്യായത്തിനായി എടുക്കേണ്ടത്. ഇതുവരെയുള്ള 4 ശ്ലോകങ്ങളിലൂടെയും ഗുരു നമുക്ക് സനാതനമായ നിത്യസത്യസ്വരൂപമായ പരബ്രഹ്മത്തെ മനസ്സിലാക്കി തരാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓരോ ഉദാഹരണങ്ങളിലൂടെയും ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഓരോ വസ്തുക്കളും ഭ്രമങ്ങൾ മാത്രമാണെന്നും സത്യവസ്തുവിനെ മറച്ചുകൊണ്ട് അത് നമ്മെ സത്യത്തിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോവുകയാണെന്നും കടൽ ജലത്തിലെ തിരമാലകളുടെ രൂപത്തിൽ ആ കടൽ ജലം തന്നെ ഉയർന്നു പൊങ്ങുമ്പോൾ നാം കടൽ ജലത്തെ മറന്നിട്ട് മറ്റെന്തോ ആയിട്ട് അതിനെ ആ തിരകളെ കണ്ട് ഭ്രമിക്കുന്നത് പോലെയാണ് പ്രപഞ്ചത്തിലെ ഓരോ ദൃശ്യങ്ങളെയും കണ്ടിട്ട് ഈ പ്രപഞ്ച ദൃശ്യങ്ങളാണ് സത്യമെന്നും ആ പ്രപഞ്ച ദൃശ്യത്തിനെ കാട്ടിത്തരുന്ന സനാതനമായ ആ സത്യസ്വരൂപത്തെ നമ്മൾ മറക്കുകയും ചെയ്യുന്നതിനെയാണ് ഗുരു നമുക്ക് കാട്ടിത്തരുന്നത്. ഉദാഹരണങ്ങൾ പലതും നിരത്തി ഗുരു പറയുന്നു. വിവർത്തങ്ങളായിട്ടുള്ള പല വസ്തുക്കളും ഭ്രമിപ്പിക്കാനായിട്ടുള്ള പല വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളെ ഭ്രമിപ്പിക്കുന്നു. അതിലെല്ലാം സത്യമായിരിക്കുന്ന ചൈതന്യ വസ്തുവിനെ നമ്മൾ കാണാതെ പോകുന്നു. ഇതെല്ലാം ഗുരു നമുക്ക് ഓരോ തരത്തിൽ പല രീതിയിൽ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഗുരു ശിഷ്യന്മാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവരെ പൂർണ്ണമായിട്ടും മറ്റൊരു ഗുരുവാക്കി മാറ്റാനാണ് ഗുരുക്കന്മാരുടെയൊക്കെയും ശ്രമം. അപ്പോൾ അങ്ങനെ തന്നെ ഗുരു നമുക്കും ആത്മവിദ്യയെ പറഞ്ഞു തന്ന് നമ്മളുടെ ഉള്ളിലെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണ്. 5-ാമത്തെ ശ്ലോകത്തിലും ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സത്യസ്വരൂപം എന്താണെന്നും നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ അതിനെ മറന്നു പോകുന്നതെന്നും അതിനെ അറിയാതെ പോകുന്നതെന്നും ഉള്ളതിന്റെ ഒരു കാരണം കൂടി ഗുരു പറയുകയാണ്. ശ്ലോകം: ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഒറ്റുപാർത്തു നിൽക്കും വിലമതിയാത വിളക്ക് ഉദിക്കയും പിൻപൊലികയുമില്ലിതു കണ്ടുപോയിടേണം. ഉലകര് ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും. അതിന്റെ വാച്യാർത്ഥം മാത്രം നമ്മൾ നോക്കിയാൽ ജനങ്ങള് ഉറങ്ങി ഉണർന്ന് പലതരത്തിലുള്ള ചിന്തകളിലൂടെ, അതായത് ലോക വ്യവഹാരങ്ങളിൽപ്പെട്ട് ഇരിക്കുന്നു. എന്നാൽ ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും, അതിലൊന്നും പെടാതെ ഇതിനെയെല്ലാം കണ്ടുകൊണ്ട് ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു വിലമതിയാത്ത വിളക്കുണ്ട്. ആ വിളക്ക്, അതായത് പ്രകാശപൂർണമായി നിൽക്കുന്ന ഒരു വിളക്ക്, അത് ഉദിക്കുകയും പിൻവലിയുകയുമില്ല. അത് ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. ഇത് കണ്ടുപോയിടേണം. ഇത് കണ്ടിട്ട്, ഈ സത്യത്തെ അറിഞ്ഞിട്ട് നാം ഈ ശരീരത്തിലെ ജീവൻ ഉപേക്ഷിച്ചു പോകേണ്ടതാണ്. ഇവിടെ ശരിക്കും പറയുന്നത് എന്തിനെക്കുറിച്ച് നമുക്ക് പുറമേ നോക്കുമ്പോൾ തോന്നും, ഉറങ്ങുന്നു, ഉണരുന്നു, പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു, ഇതെല്ലാം കണ്ടുകൊണ്ടൊരു വിളക്ക് ഇങ്ങനെ നിൽക്കുന്നു, അത് യഥാർത്ഥത്തിൽ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. പുറമേയുള്ള കാഴ്ചയിൽ നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷേ എന്താണ് ഉണരുക, എന്താണ് ഉറങ്ങുക?
എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഗുരുവിന്റെ ഉപദേശ സാരങ്ങളിലൊക്കെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഗുരു പരോക്ഷമായിട്ട് പലതരത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാകും മിക്കവാറും ആ ഭാഷകളൊക്കെ നമ്മൾക്ക് ഇത് ഗുരുവിന്റെ ഭാഷയാണ്. ഇത് നിർവികൽപ്പ സമാധിയിൽ അമർന്ന് അതിനുശേഷം ആത്മസാക്ഷാത്കാര ദശയ്ക്ക് ശേഷം ആ തങ്കത്തളിക പോലെ പരിശുദ്ധമായ യാതൊരു അലകളുമില്ലാത്ത ജലത്തിലെ, നദിയിലെ ജലത്തിലെ പോലെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു അരുവിയിലെ ജലം പോലെ പ്രശാന്ത സുന്ദരമായ തെളിമയോടെയുള്ള ചിത്തത്തിൽ നിന്നും വന്ന വാക്കുകളാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അലൗകികമായ ഭാഷ. ഇവിടെ നമുക്ക് ഗുരു പറഞ്ഞു തരുന്നു, ഉലകര് ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും എന്ന്. ആ ഉറക്കമെന്ന് പറയുന്നത് ഇവിടെ സ്വരൂപത്തെ മറന്നു പോകുന്നതിനെയാണ് ഉറക്കമെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെയും സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മ സ്വരൂപികളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ പറഞ്ഞത് എന്ത്? ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു. അമരത്വത്തിന്റെ കുഞ്ഞുങ്ങളെ എന്നാണ് വിളിച്ചത്. നമ്മളൊക്കെയും അമൃത സ്വരൂപികളാണ്. ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും പൊലിയാത്ത ആ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെയാണ് ഗുരു ഇവിടെ പറയുന്നത് ഉറങ്ങി എന്ന്. ലോകരെല്ലാം, നമ്മളെല്ലാവരും, എല്ലാ ജനങ്ങളും, വിശേഷബുദ്ധി ഈശ്വരൻ കനിഞ്ഞു തന്ന ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി എന്ത് ചെയ്യുന്നു? ഉറങ്ങിക്കിടക്കുകയാണ്. എന്തിലാണ്? ഏതുറക്കത്തിലാണ്? താൻ ആരാണെന്നുള്ള സത്യത്തെ അറിയാത്ത ഉറക്കത്തിൽ. ആ ഉറക്കത്തിലാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത്. നമ്മളെ പുറമേ നോക്കുമ്പോൾ ഉണർന്നിരിക്കുകയാണ്, കണ്ണൊക്കെ തുറന്നിരിക്കുന്നു, എല്ലാ പ്രവർത്തികളും ചെയ്യുന്നു. പക്ഷേ അറിയേണ്ട സത്യസ്വരൂപമായ ആ പരബ്രഹ്മ വസ്തുവാണ് നമ്മളെന്നുള്ള ബോധം, ആ ഒരറിവ്, അത് നമ്മളിൽ നിന്നും പോയിരിക്കുന്നു. അതിനെയാണ് ഇവിടെ പറയുന്നത്. സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് നമുക്ക് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടെന്ന് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ പരമാത്മാവെന്ന് പറയുന്നത് ഇവിടെ ഗുരു രണ്ടാമത്തെ പകുതിയിൽ പറയുന്നു, വിലമതിയാത്ത വിളക്കാണത്. നമ്മൾ അതിനെ കാണുന്നില്ല. നമ്മളെന്താണ്? ഈ പരമാത്മാവിനെ മൂടി ഒരാവരണം ഇവിടെയുണ്ട്. കടലിലെ ജലത്തെ മൂടി തിരമാലകൾ ഉയർന്നു പോകുന്നത് പോലെ പ്രകാശസ്വരൂപമായ പരബ്രഹ്മത്തെ മറച്ചുകൊണ്ട് മായ ഇവിടെ നിറഞ്ഞു വിളയാടുകയാണ് ചെയ്യുന്നത്. ജനനീ നവരത്ന മഞ്ജരിയിൽ നമുക്ക് ഗുരു പറഞ്ഞു തരുന്നു, മേലായ മൂലമതിയാൽ ആവൃതം ജനനി. ജനനി, അതായത് ഈ മായയെ കുറിച്ച് തന്നെയാണ് അവിടെയും പറയുന്നത്. ശക്തിസ്വരൂപിണിയായ മായ കാലാദിയായ മൃദുനൂലാല നെയ്യും ഒരു ലീലാപടം ഭവതി മെയ്മേലാകെ മൂടിയിരിക്കുന്നു. നമ്മളെ എല്ലാവരെയും ഭ്രമിപ്പിക്കാൻ കാലമെന്നും ദേശമെന്നുമുള്ള പലതരത്തിലുള്ള ഭ്രമങ്ങൾ, അതിലൂടെ നമ്മൾ ഓരോന്നിനെയും എണ്ണുന്നത് കാലത്തിന്റെയും ദേശത്തിന്റെയും അളവുകോലിലൂടെയാണ്. എത്ര കാലം, അല്ലെങ്കിൽ ഇന്ന ഇടത്ത് വെച്ച് ഇന്ന സമയം, അല്ലെ? സമയവും അതുപോലെ ദേശവുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനെയും അളക്കുന്നത്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ എന്ത് നമ്മൾ ഓരോ വർഷവും മാസവും ഒക്കെ ആയിട്ട് കണക്ക് കൂട്ടുന്നതൊക്കെയും യഥാർത്ഥത്തിൽ മായയുടെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. ഇവിടെ കാലവുമില്ല, ദേശവുമില്ല, ഒന്നുമില്ല. അനന്തമായ ആ ചൈതന്യത്തിൽ നമ്മൾ പൊന്തിക്കാണുന്ന വെറും കാഴ്ചകളും രൂപങ്ങളും നമ്മൾ ഇതിനെ ഓരോ ഉപാധികളോടെ കാണുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരമാത്മാവിൽ മായ ശക്തിയായിട്ടുള്ള ഈ ഒരു ആവരണം തീർത്തിട്ട് ആ ആവരണത്തിൽ നമ്മുടെ
ബോധ സൂര്യനായ ആ ശക്തിയെ, ആ പരമാത്മ ശക്തിയെ മറന്നിട്ട് നമ്മളൊക്കെയും അജ്ഞതയിൽ പെട്ടുപോകുന്നു. ഇങ്ങനെ നമ്മൾ ആ സ്വരൂപത്തെ മറന്നു പോകുന്ന ആ ഒരവസ്ഥയെ, അങ്ങനെയാണ് ഈ ജീവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജീവൻ സ്വരൂപത്തെ വിസ്മരിച്ചുകൊണ്ട് ഉറക്കത്തിലാണ്. അതാണ് നമ്മൾ ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു കട്ടിയായ ഒരാവരണം, ഒരു ഇരുണ്ട ഒരു മറ, ആ ഇരുണ്ട മറയ്ക്ക് അപ്പുറം ഇപ്പുറത്ത് നിൽക്കുകയാണ് നമ്മുടെ മനസ്സ്. അതിനപ്പുറം എന്താണ്? ജീവനാ ഒരു ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സുഖമാണെന്ന് തോന്നുന്ന അത്ര നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ. ഉറക്കത്തിലേക്ക് നമ്മൾ വീണു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? അവിടെ നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, സുഖം. അതുകൊണ്ടാണ് രാവിലെ എണീറ്റിട്ട് നമ്മൾ എന്ത് പറയുന്നത്? ഞാൻ സുഖമായി ഉറങ്ങിയെന്ന്. ആ സുഖമായ ഉറക്കത്തിൽ നമ്മൾ മറ്റെല്ലാത്തിനെയും മറക്കുന്നു. നമ്മളുടെ ഒരുപാട് ദുഃഖങ്ങളുമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. അത്യധികമായ അതികഠിനമായ മാനസിക വ്യഥയോടെ ഉറങ്ങാൻ കിടക്കുന്ന ഒരാളും ഉറക്കത്തിലേക്ക്, ഗാഠനിദ്രയിലേക്ക് വീഴുമ്പോൾ തനിക്ക് എന്തൊക്കെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങളുണ്ടോ അതെല്ലാം മറന്ന് ആ ഉറങ്ങുന്ന ആളിന്റെ മുഖത്തേക്ക് നോക്കിയാൽ കാണാം എന്തൊരു ശാന്തതയാണ്. ഏതൊരു ജീവിയായാലും ഉറങ്ങിക്കിടക്കുമ്പോൾ അതിന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പരമമായ ശാന്തി കളിയാടുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? അത് അതിന്റെ സ്വരൂപത്തിൽ അടങ്ങുന്നു. ആ ജീവൻ ആ സ്വരൂപത്തിൽ അടങ്ങുന്നത് കൊണ്ട് ആ സ്വരൂപം എന്ന് പറയുന്നത് പരമമായ ശാന്തിയാണ്. അതിന്റെ സ്വരൂപം ആ ശാന്തി സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മമാണ്. അതിലേക്കാണ് നമ്മൾ ലയിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ശാന്തി കിട്ടുന്നത്. നമുക്ക് എത്ര വലിയ രോഗമുള്ള ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ശരീരത്ത് വളരെയധികം വേദന തരുന്ന ഒരു മുറിവ് നമുക്കുണ്ട്, ആ മുറിവിന്റെ വേദനയിൽ നമ്മൾ വല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അറിയാതെ നിദ്രയിലേക്ക് വീണുപോയാൽ എന്താണ്? ശരീരത്തിന്റെ മുറിവോ വേദനയോ ഒന്നും അവിടെ ബാധിക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് ശരിക്കും ഈ സച്ചിദാനന്ദ പരബ്രഹ്മത്തെ അറിയണമെങ്കിൽ നമ്മൾ ഉറക്കത്തിനെ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ മതി. ഉറക്കത്തിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്നൊന്ന് നമ്മൾ നിരീക്ഷിച്ചു നോക്കൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ നമുക്ക് ഏതോ ഒരു ശാന്തിയുണ്ട്. വളരെയധികം ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരാള് ഉറക്കത്തിലേക്ക് വീണുപോയി, അവര് അത്യധികം ശാന്തിയിലാണ് ഉറങ്ങുന്നത്. അവരെ നമ്മൾ വിളിച്ചുണർത്തിയാൽ അവർ ചോദിക്കും, എന്തിനാണ് എന്നെ ഉണർത്തിയത്? എനിക്ക് ആ ഉറക്കത്തിൽ ഒരു ശാന്തി, ഒരു സമാധാനം കിട്ടിയിരുന്നല്ലോ എന്ന്. അപ്പോൾ ആ ഉറക്കം നമ്മൾ ഉണരുമ്പോഴാണ് മനസ്സുണ്ടാകുന്നു, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ വെളിയിലേക്ക് പോകുന്നു, പ്രപഞ്ചത്തിനെ മുഴുവൻ കാണുന്നു, ആകെ ദുഃഖമയം അല്ലേ? അപ്പോ നമ്മൾ ഗാഠനിദ്രയിൽ ആ സ്വരൂപത്തെ മറയ്ക്കുന്ന തമോമയമായിട്ടുള്ള ഈ ആവരണം, അത് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ ഉറക്കത്തിൽ നമുക്ക് എന്തോ ഒരു ഇരുട്ട്, ആ ഇരുട്ടും അതുപോലെ തന്നെ അതിൽ മറഞ്ഞിരിക്കുന്ന ആ ബോധസ്വരൂപമായ ആത്മാവും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആവരണത്തെ എന്താണ് ഈ ആവരണം എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയണമെങ്കിൽ ഈ ആവരണത്തെ കടന്ന് നമ്മൾ പോകണം. ആ ആവരണത്തെ കടന്നുപോയ ഋഷീശ്വരനായ മഹാഗുരുവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, നാം ഒക്കെയും പുറമേക്ക് നോക്കി കാണുന്നതെല്ലാം അയഥാർത്ഥമായ കുറെ പ്രതിബിംബങ്ങൾ മാത്രമാണ്. അതിലെ അതായത് യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരിക്കലും അണയാത്ത ഒരു വിളക്കായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ അല്പം കൂടി വിശദമാക്കി അടുത്ത ക്ലിപ്പിൽ പറഞ്ഞു തരാം. നമസ്തേ.